സങ്കീർത്തനങ്ങൾ 129. സങ്കീർത്തനങ്ങൾ 129. സാം 129. സങ്കീർത്തനങ്ങൾ 129. എല്ലാവരും അടുത്തൊന്ന് വിശ്വസിക്കുന്നു. ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ, അവർ എൻ്റെ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു. ഒഴിവുകാർ എൻ്റെ മുതുകന്മേൽ ഉഴുതു, ഒഴിവുചാളുകളെ അവർ നീളത്തിൽ കീറി. സിയോനെ പകയ്ക്കുന്നവരൊക്കെയും ലജ്ജിച്ചു പിന്തിരിഞ്ഞു പോകട്ടെ. അവസാന 2 വാക്യം ഒരുമിച്ച് വായിക്കാം. ഒഴിയുന്നവൻ അതുകൊണ്ട് കൈകൊണ്ടും മറ്റൊക്കെ നിൽക്കുന്നവൻ നിൻ്റെ മാർഗിടമാകട്ടെ എന്നിരിക്കട്ടെ. യഹോവയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ. യഹോവയുടെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നുവെന്നും എന്നിങ്ങനെ പറയുന്നില്ലല്ലോ. നമ്മുടെ കൈകൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങളെ സ്വർഗീയ പിതാവാം ദൈവമേ, ഈ 2024 വർഷം ഡിസംബർ മാസം 1-ാം തീയതി ഞങ്ങൾക്ക് ഞായറാഴ്ച ദാനം നൽകിയ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ പായുന്ന മാസം ഉള്ളം കൈ ഞങ്ങൾ ഓരോരുത്തരെയും വഹിച്ചല്ലോ. ഞങ്ങളുടെ കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ, കർത്തദാസന്മാരെ, കുടുംബങ്ങളെ, ദൈവമക്കളെല്ലാം കർത്താവ് വഹിച്ച വൻ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന ദേശത്തിലായിരിക്കുന്നവരെയും ദൂരദേശത്തിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് വഹിച്ച് പരിപാലിച്ച വൻ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന അങ്ങനെ താവേ സ്തോത്രം ആ നിത്യസ്നേഹത്താൽ അതേപ്പാ നിറയപ്പെടുവാൻ, അത് അനുഭവിപ്പാൻ ഇന്ന് പകൽ ഞങ്ങൾക്ക് നൽകിയ കൃപയ്ക്കായി, ഞങ്ങൾക്ക് നൽകിയ ആയുസ്സിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കഴിഞ്ഞ ദിവസങ്ങൾ കർത്താവ് നടത്തിയ വിധങ്ങൾ ഓർത്ത് അതാവ് ഇന്ന് സഭായോഗമായി കൂടി വന്ന് ഒരുമിച്ച് അങ്ങേ ഏകാത്മാവിൽ അതാവെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. നൽകിയ സംഗീതത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ആത്മാവിനോട് സംസാരിച്ച കൃപയ്ക്കായി സ്തോത്രം. കാരണം ദൈവദിനത്തിനായി സ്തുതിക്കുന്നു. രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങൾ ആശുപത്രിയിലുള്ളവർക്കായി സ്തോത്രം. അവർ കർത്താവ് സൗഖ്യമാക്കണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതാവ് കർത്തൃമേശയ്ക്കായി സ്തുതിക്കുന്നു. അതാവ് പങ്കെടുക്കുവാൻ, സൂക്ഷിപ്പാനൊക്കെ കർത്താവ് നൽകുന്ന എല്ലാ സാവകാശങ്ങൾക്കായി, കൃപകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ പ്രവൃത്തിക്കായി സ്തോത്രം. ഇന്ന് പകൽ ലോകമെമ്പാടും നടത്തുന്ന എല്ലാ ആത്മീയ കൂട്ടങ്ങളെ, സഭായോഗങ്ങളെ കർത്താവ് കർത്തൃമേശയിൽ കർത്താവ് അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ലോകമെമ്പാടുള്ള വിശുദ്ധന്മാർക്കായി പ്രാർത്ഥിക്കുന്ന, ഇസ്രായേലിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയായി സ്തോത്രം. സകലം ഞങ്ങൾക്ക് ജീവൻ നൽകിയ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. കടന്നു ദൈവദിനത്തിനായി സ്തോത്രം ചെയ്യുന്ന എല്ലാവർക്കും യേശു ക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവസഭയെ നയിപ്പാൻ ആത്മാ നിയോഗത്താൽ കർത്താവ് ആക്കി വെച്ച കർണദാസൻ ലാലു പാപ്പച്ചി പാസ്റ്റോർത്തും ജോലി അണ്ടിക്കായി സ്തോത്രം ചെയ്യുന്ന കുഞ്ഞുങ്ങൾ ഗിഫ്റ്റി മോക്കായി, അതുപോലെ ഗിഫ്റ്റ്സനായി സ്തോത്രം ചെയ്യുന്ന കർത്താവിൻ്റെ സമയം വരെ സ്തോത്രം. ദൈവസഭയെ നയിപ്പാൻ ദൈവാത്മാവരെ സഹായിക്കുന്ന ദൈവസഭ അവരോട് ചേർന്ന് നിന്ന് ആത്മാവിൽ പോരാടുന്ന ദിവസങ്ങളായി തീർക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. കമ്മിറ്റിയും കർണദാസൻ്റെ ആത്മാവിൽ എടുക്കുന്ന നിയോഗങ്ങൾക്ക് അതേ കൂട്ടുനിന്ന് സ്തോത്രം അത് ശരിയാണെന്ന് മനസ്സിലാക്കി ചെയ്യുന്ന കാര്യങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. കുഞ്ഞുങ്ങൾക്കായി, യൗവനക്കാർക്കായി സ്തോത്രം ചെയ്യുന്ന പ്രൈസ് ലോർഡ്. ഒരു പകലും കൂടി ഞങ്ങൾക്ക് ഒരുമിച്ച് കുടുംബമായി ദൈവസഭയിൽ ആയിരിക്കാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും, കർത്താവിനെ മേശയിൽ പങ്കെടുക്കുവാൻ കർത്താവ് നൽകുന്ന സാവകാശം ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തനം 129. പ്രൈസ് ലോർഡ്. ഒരു ആരോഹണ ഗീതമാണ്. പ്രൈസ് ലോർഡ്. അത് ചരിത്രം പറയുന്നത് എസ്രാ തൻ്റെ കാലത്ത് എഴുതിയ ഒരു സങ്കീർത്തനമാകുന്നു. ആരോഹണ ഗീതങ്ങൾ എന്ന് പറയുന്നത് മലമേൽ സ്ഥാപിക്കപ്പെട്ട, പണിയപ്പെട്ട യെരൂശലേം ദേവാലയത്തിലേക്ക് ജനം കയറിപ്പോകുമ്പോൾ പാടുന്ന പാട്ടാണ്. ഇന്ന് നമുക്ക് 1-ാം നില 2-ാം നില ഒക്കെ ആരാധനയുള്ള ഇടങ്ങളൊക്കെ നമുക്ക് പറ്റുന്നില്ല, ആരോഗ്യ പ്രശ്നം. പക്ഷെ പഴയ പള്ളി, നമ്മൾ വിട്ടുപോകുന്ന പള്ളികളൊക്കെ പലതും പൊക്കത്തുനിന്ന് ഇവിടുത്തെ കേളകം മലമേൽ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യെരൂശലേം മലമേല. അപ്പോൾ കയറി പോകുമ്പോൾ ക്ഷീണം ഉണ്ടാവും കയറ്റം കയറുമ്പോഴേ. അപ്പോൾ ഇന്നത്തെ കാലത്തും കയറ്റം കയറണ്ട, പക്ഷെ രോഗമുണ്ടെങ്കിലും വന്നവർക്കായി സ്തോത്രം. കർത്താവ് നൽകിയ സൗഖ്യത്തിനായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവർ മല കയറി പോകുമ്പോൾ, ആ വഴി കയറി പോകുമ്പോൾ യഹോവയെ സ്തുതിപ്പീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ, അവൻ്റെ കൃപ, അവൻ്റെ പ്രവൃത്തികൾ അതേ വർണ്ണിപ്പാൻ അസാധ്യം എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നടത്തിയ വിധങ്ങൾ ഓർത്തുകൊണ്ടാണ് അവർ കയറി പോകുന്നത്. സ്തോത്രം. ക്ഷീണം വെച്ചുകൊണ്ടല്ല, ക്ഷീണം മറക്കുമ്പോൾ ആരാധിക്കുമ്പോൾ. അപ്പോൾ അവിടെ ചെന്നിട്ടല്ല ആരാധന, വീട്ടിൽ നിന്ന് വരുമ്പോഴേ ആരാധിച്ചാൽ വരുന്നത്. ഇവിടെ വന്നല്ല തീ കത്തിക്കുന്നത്.
സ്വത്രം. ഇവിടെ വന്നല്ല തീ കത്തിക്കുന്നത്, തീ കത്തിച്ചോണ്ടാണ് വരുന്നത്. നമ്മുടെ മുമ്പ് സ്വത്രം 10-20 വർഷം മുമ്പുള്ള അതേ കർത്തദാസന്മാർ, ദൈവം മക്കള് ഗൾഫിലുള്ളവർക്ക് നല്ലോണം അറിയാം സ്വത്രം. അവർ തീ പന്തങ്ങളായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ കുറച്ചുകൂടെ മാറി, കാരണം പണം അവിടെ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് അത്ര. എന്നാൽ നേരത്തെ കുറച്ച് നാളുകളൊക്കെ അങ്ങനെ അല്ലായിരുന്നു, ടെൻഷനായിരുന്നു ജോലി പോകുമോ. ഇപ്പോഴും അങ്ങനെ ഉണ്ടെങ്കിലും സ്വത്രം. അപ്പോൾ അവർ തന്നെ തീ കഷ്ടങ്ങളായിട്ടാണ് വന്നിട്ട് കത്തിക്കുന്ന അനുഭവമല്ല. അതുകൊണ്ട് ദൈവാലയത്തിൽ വരുമ്പോൾ അത് ദൈവഭയത്തോടെയാണ് അവർ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ പ്രാർത്ഥിച്ച് ജാഗരിക്കേണ്ട, പാസ്റ്റർ ഇരിക്കും. എന്നാൽ വരുന്ന ഓരോ തീകൾ വന്നിരുന്ന് അതേ അവർ തീ കത്തിക്കുമായിരുന്നു സ്വത്രം. ഇന്ന് നമുക്ക് കോയറും പരിപാടി എല്ലാം ഉണ്ടെങ്കിലും തീ കത്തുന്നില്ല. നമുക്ക് കർത്താവ് ഇന്ന് തീ കത്തിക്കാൻ നൽകി കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. സംഗീതകാരൻ പറയാണ്, ഹല്ലേലൂയ, ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ, അറിവില്ലേ? വായിച്ചോ. അവർ എൻ്റെ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു. സ്തോത്രം. അവർ എൻ്റെ ബാല്യം മുതൽ എന്നെ പലപ്പോഴും. കാരണം എന്താണ്? ഞാൻ പെന്തക്കോസ്തുകാരനായോണ്ട്, പള്ളി വിട്ടോണ്ട്, അമ്പലം വിട്ടോണ്ട്, ഞാൻ ദൈവത്തിന് പൈതലായോണ്ട് അവർ എന്നെ പലപ്പോഴും, 1-2 വട്ടമല്ല സ്തോത്രം. വിശ്വാസം വന്ന നാൾ മുതൽ, അതാണ് ബാല്യം ആരംഭം. ഇസ്രായേൽ മക്കൾക്ക് അവർ തുടക്കം മുതലേ പ്രയാസമായിരുന്നു. പക്ഷേ പറയാണ്, 2 തവണ വാക്യം എഴുതിയിട്ട് 2-ാം വാക്യത്തിൽ പറയാണ്, എങ്കിലും അവർ എന്നെ ജയിച്ചില്ല, എങ്കിലും രോഗം എന്നെ ജയിച്ചില്ല, എങ്കിലും പണം എന്നെ ജയിച്ചില്ല. വിദ്യാഭ്യാസ കുറവാണെങ്കിലും, ബുദ്ധി കുറവാണെങ്കിലും ആ പ്രയാസം എന്നെ ജയിച്ചില്ല. പലപ്പോഴായിട്ടത് എന്നെ അലട്ടി, പല വർഷങ്ങളോളം എന്നെ അലട്ടി. പക്ഷെ അവരെന്നെ ജയിച്ചില്ല. കാരണം എന്താണ്? ഞാൻ അവന്റെ ഉള്ളം കയ്യിലിരിക്കുന്നു. സർവശക്തനായ ദൈവത്തിന്റെ, ആകാശം ഭൂമി ഉണ്ടാക്കിയ ദൈവത്തിന്റെ ഉള്ളം കയ്യിൽ ഞാൻ ഇരിക്കുന്നു. അതുകൊണ്ട് അവനെ എന്നെ ജയിപ്പാൻ സാധിച്ചില്ല. കർത്താവ് വിട്ടുകൊടുത്തില്ല. വിട്ടുകൊടുത്തോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇന്നും ഞാനും ചോദിച്ചു സ്തോത്രം. ഇന്ന് ഞാനും ചോദിച്ചു, കർത്താവ് വിട്ടുകൊടുത്തോന്ന്. പലപ്പോഴും തോന്നിപ്പോകും. പക്ഷേ കർത്താവിനെ പറയാനുള്ളത്, അതേ പ്രാരംഭത്തിൽ പാസ്റ്റർ അതിന് തുടക്കത്തിൽ പ്രാർത്ഥിച്ചു പറഞ്ഞൊരു കാര്യമാണ്. അതേ സ്തോത്രം, യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത് അത് ധ്യാനിച്ച് ആരാധിക്കേണ്ടത് വണ്ടി കിട്ടിയോണ്ടോ, പണം കിട്ടിയോണ്ടോ, അല്ലെങ്കിൽ മക്കൾ അവിടെ ഇവിടെ ആയതുകൊണ്ടല്ല. പിന്നെയോ, എന്നെ സർവശക്തനായ ദൈവം വിടുവിച്ചു. പാപത്തിന്, ശാപത്തിന്, രോഗത്തിന് വിടുവിച്ചുകൊണ്ടാണ് ആരാധന. അതല്ലാതെ മറ്റുള്ള ഭൗതിക നന്മകൾ ചിന്തിച്ച് ആരാധിച്ചാൽ അത് ആരാധനയേ അല്ല. അതാണ് കൈന് പറ്റിയത്. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ആദ്യമായിട്ട് വന്ന വെള്ളിയാഴ്ച മാസങ്ങൾക്ക് മുമ്പാണ്, അന്ന് പി.ഡി. ജോൺസൺ പാസ്റ്റർ സമയത്താണ്. അന്ന് പറഞ്ഞൊരു കാര്യം, അന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ആൾക്കാർ ചുരുക്കമാണല്ലോ. പൊതുവേ എവിടെ പോയാലും ആദ്യമായി പോകുന്ന സഭകൾ പറയുന്നൊരു കാര്യമാണ്. ഇന്ന് സഭായോഗം ആയതുകൊണ്ട് കുറച്ചും കൂടെ ആള് ഉള്ളോണ്ട് പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന നാമായിട്ട് തീരുമാനിച്ച് വെച്ചൊരു കാര്യമാണ് കൂട്ടായ്മ. മാസത്തിൽ ഒരിക്കൽ ഒരു ഉപവാസ പ്രാർത്ഥന. ഞാൻ ഇന്നലെ ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നു. ഞാൻ ഇവിടുത്തെ മെമ്പറല്ല, പക്ഷെ ഞാൻ മെമ്പറാ. ദൈവത്താൽ ആക്കപ്പെട്ട കോഴഞ്ചേരി അസംബ്ലീസ് ബോർഡിന്റെ ഞാൻ മെമ്പറാണ്. പുസ്തകത്തിന് ഞാനില്ല. സ്തോത്രം. പഴയ കുറച്ച് നാൾക്ക് മുമ്പ് ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരാത്തവർക്ക് കത്രിമേശ കൊടുക്കൂലായിരുന്നു. പെന്തക്കോസ്ത് പാസ്റ്റർമാർ, ടീപ്പൻകാരല്ല, അത് ഇന്നും നടക്കുന്നുണ്ട്. ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരാത്തവർക്ക് കത്രിമേശ ഇല്ല. സ്തോത്രം. ഇന്നങ്ങനെ പറഞ്ഞ സഭ വിട്ടുപോകും. കുഴപ്പമില്ല, ഞായറാഴ്ച വന്നല്ലോ. സ്തോത്രം. കാരണം എന്താണ്? കാരണം 1.5 മാസം മുമ്പേ ദൈവാത്മാവ് ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും ഈ അടുത്ത കാര്യങ്ങൾ നടക്കുന്ന സംഭവം വെച്ച് കർത്താവ് പറയാണ്, എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, രാകേഷ് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ജനമുണ്ട്. എവിടെ? വടക്കിന്റെ എവിടെയാണ് കിടക്കുന്നത്? അവർ ജയിലിൽ തല കീഴായിട്ട് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും വയറ്റത്തടിക്കുന്നു, ചവിട്ടുന്നു. ഗർഭിണികളായ സഹോദരിമാരെ ചവിട്ടി ആ ഗർഭം അലസി പോകുന്ന അനുഭവം. എന്നിട്ടും അവർ 1 വർഷമേ വിശ്വാസമായുള്ളൂ. ബൈബിൾ സ്കൂൾ പഠിക്കാൻ സമയമില്ല. അതുകൊണ്ട് പാസ്റ്ററാക്കി. വിശ്വാസി പാസ്റ്ററായോണ്ട് ജയിലിൽ അടക്കപ്പെട്ടു. അവർ പീഡ അനുഭവിക്കുക. എന്നാലും ആ പീഡയിൽ അവർ പ്രാർത്ഥിക്കുന്ന
റെയ്ന പോയി പെട്ടെന്ന് വായിൽ വന്ന റെയ്നയുടെ പേരാണ്, പക്ഷെ റെയ്ന പോയല്ലോ. റെയ്നയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതല്ല, ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കൾക്ക് വേണ്ടി എന്താ പ്രാർത്ഥിക്കുന്നത്? ഞങ്ങളോ പീഡ അനുഭവിക്കുന്നു, എന്നാൽ പിന്മാറാതെ അങ്ങ് ഞങ്ങൾ നിലനിർത്തിനായി സ്തോത്രം. ഈ ജയിലിലും അങ്ങ് ആരാധിപ്പാൻ നൽകുന്ന കൃപയ്ക്കായി സ്തോത്രം. പക്ഷേ സ്വാതന്ത്ര്യമുള്ള സഭകൾ കേരളത്തിലെ ദൈവമക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരും മടി പിടിച്ച് കൈ തരാത്തോണ്ടോ, പാസ്റ്റർ കൈ തന്നില്ല, വിശ്വാസി കൈ തന്നില്ല, പാസ്റ്റർ വിളിച്ചില്ല, പാസ്റ്റർ വന്നില്ല എന്ന് പറയുന്ന നിസ്സാരമായ കാര്യം പറഞ്ഞ് വരാതിരിക്കുന്ന അനുഭവത്തിൽ ആരും ആകരുത് എന്നാണ് അവരുടെ പ്രാർത്ഥന. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കുടിക്കാൻ വെള്ളമില്ല, നല്ല ഭക്ഷണമില്ല. സ്തോത്രം. ഇവിടെ പറയാം 3-ാം വാക്യം വായിച്ചേ. 3 പറയാം യേശു ക്രിസ്തു. അതുകൊണ്ട് ഇത് മശിയ സംഗീതമായിട്ട് പറയാൻ കാരണം ഒരേ ഒരു വാക്യം ഉള്ളൂ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യം പറയുന്നത്, അവരുടെ പീഡയെ കുറിച്ച് പറയാൻ. പക്ഷേ ആ ഒറ്റ വാക്യ നിമിത്തം ഈ കൊച്ചു സങ്കീർത്തനം മശിയ സങ്കീർത്തനമായി തീർന്നു. ദൈവമക്കൾ, നമ്മുടെ ജീവിതത്തിൽ ഒരു കഷ്ടം വന്നാൽ, ഒരു ഭാരം വന്നാൽ, അത് നിമിത്തം നീ അറിയപ്പെടും. എവിടെ അറിയപ്പെടും? ദേശത്തല്ല, ദൈവത്താൽ അറിയപ്പെടും. സ്തോത്രം. ഈ സങ്കീർത്തനത്തിൽ ഒറ്റ ഒരു വാക്യമുള്ളൂ. വായിച്ചോ 3-ാം വാക്യം. ഒഴിവുചാലുകളെ അവർ നീളത്തിൽ കീറി. യേശു സംഭവിക്കാൻ പോകുന്ന കാര്യം ആത്മാവിൽ ദൈവം കാണിച്ചു കൊടുത്ത് അതേ സംഗീതക്കാരന് എന്താണ്? ഒഴിവുകാർ അതേ മുതുകത്ത് അവര് ഉഴുതു കീറി. ചാട്ടവാർ കൊണ്ട് യേശുവിന് കിട്ടിയ അടി ഏകദേശം 239 കണക്കങ്ങനെ പറയുന്നത്. സ്തോത്രം. അറിയാലോ, ഉഴുതുമ്പോൾ അത് ഒറ്റ തവണ കൊണ്ട് വഴി വരില്ല, ചാല് വരില്ല. അതിനെ 10 പ്രാവശ്യം, ചിലപ്പോൾ 50 പ്രാവശ്യം ഉഴുതാലേ ചാല് വരത്തുള്ളൂ. എനിക്കും നിങ്ങൾക്ക് വേണ്ടി യേശു അതേ സകലവും വെടിഞ്ഞ് ഈ കഷ്ടം അനുഭവിച്ചത് അവരെ പോലെ ആയി തീരുവാൻ, അവരുടെ കൂടെ ഇരുത്താൻ വേണ്ടിയാ. വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന ഞാൻ പറയട്ടെ, അറിയുന്ന കാര്യമാണെങ്കിലും വചനം പറയുന്ന സ്തോത്രം, ദൈവം സ്വന്തം പുത്രനെ ആദരിക്കാതെ എന്നെ നിങ്ങളെ പുത്രന്മാരും പുത്രിമാരാക്കാൻ വേണ്ടി സ്വന്തം പുത്രനെ ആദരിക്കാതെ അവരെ ഏൽപ്പിച്ചു കൊടുത്തു. എവിടെ ഏൽപ്പിച്ചു കൊടുത്തു? ക്രൂശിന്മേൽ. വചനം പറയുക, നമ്മൾ വായിക്കാണ്, യഹോവയ്ക്ക് അവനെ തകർത്ത് കളയാൻ ഇഷ്ടം തോന്നിയത്. എന്തിനു വേണ്ടി? എന്റെ പേര് എഴുതുവാൻ. പ്രൈസ് ദി ലോർഡ്. ടോമിന്റെ പേര് എഴുതുവാൻ, ചാക്കോച്ചാന്റെ പേര് എഴുതുവാൻ, അവനോട് കൂടെ വാഴുവാൻ. സ്തോത്രം. ആ വാഴ്ച അവിടെ മാത്രമല്ലട്ടാ, നിങ്ങളെ പീഡിപ്പിച്ച, നിങ്ങളെ കളിയാക്കിയ അതേ ഈ ലോകത്തിൽ തന്നെ ഒരു 1000 ആണ്ട് വാഴ്ച ഉണ്ട്. 1000 ആണ്ട് വാഴ്ച. ബൈബിളിലെ കാര്യം അറിയാമല്ലോ. ഞാൻ 5 വർഷം ശേഷം കഴിഞ്ഞ ദിവസം ഭാര്യപുരം സഭയിൽ പോയപ്പോൾ, ചർച്ചകോടി പോയപ്പോഴാ അവിടുത്തെ 5 വർഷം ശേഷം കേട്ട കാര്യം, ബൈബിളിലുള്ള കാര്യം, ഈ 1000 ആണ്ട് വാഴ്ചയെ കുറിച്ച് പറയുന്നത്. നമ്മളൊക്കെ മറന്നേ പോയി. ഞാൻ സ്വർഗത്തിൽ എന്നല്ല കൊണ്ടുവന്നത്. 1000 ആണ്ട് വാഴ്ച ഇവിടെ ഉണ്ട്, ഈ ദേശത്തെ വാഴുവാൻ. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ദുഷ്ടന്റെ കാര്യം വിടാത്ത ദൈവം, അതേ അല്ല, ഇവിടെ കഷ്ടവും പ്രയാസമാണെങ്കിലും വരുന്ന 1000 ആണ്ട് വാഴ്ചയുണ്ട്. ആ വാഴ്ചയിൽ നാം ലോകത്തെ ഭരിക്കും, നീതിയോടെ ഭരിക്കും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വേഗത്തിൽ വാക്യം കൂടി വായിക്കാം. എബ്രായ ലേഖനം, അതും വെള്ളിയാഴ്ച പറഞ്ഞെങ്കിലും അത് സ്തോത്രം ദൈവാത്മാവ് ഹേമത്തോടെ പറയുന്നുണ്ട്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 5 മുതൽ വാക്യങ്ങൾ. മകനെ മകളെ കർത്താവ് ശാസിക്കുമ്പോൾ മൂഷിയരുത്. കാരണം അപ്പനാണ് അടിക്കുന്നത്. അപ്പനാണ് അടിക്കുന്നത്. കഷ്ടവും കാര്യങ്ങളൊക്കെ വേറെ. ഇത് വേറെ പുതിയ വിഭാഗമല്ല, പക്ഷെ നമുക്ക് കേൾക്കുമ്പോൾ പുതിയതായിട്ട് തോന്നും. അയ്യോ, അങ്ങനെ ഒരു കാര്യമുണ്ടോ പാസ്റ്ററെ? ഉണ്ട്. അപ്പൻ നമ്മളെ തല്ലും. അപ്പനാണെങ്കിൽ, നാം മക്കളാണെങ്കിൽ തല്ല് കൊണ്ടാലേ പറ്റുള്ളൂ. എന്തിനു വേണ്ടിയാ? ശുദ്ധീകരണം പ്രാപിപ്പാൻ, ആത്മാവിൽ ബലമേറ്റെടുപ്പാൻ. ക്യാൻസർ ആണെങ്കിലും ആത്മാവിൽ ആരാധിക്കാൻ പറ്റും, അന്യഭാഷയിൽ ആരാധിക്കാൻ പറ്റും, വെളിപ്പാട് പറയാനും കാണാനും സാധിക്കും. സ്തോത്രം. വായിച്ചോ. കാരണം എന്താണ്? കർത്താവ് താൻ വെറുതെ അല്ല, എല്ലാവരും തല അങ്ങോട്ടോ. ഞാനും കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും മകളെയും എന്ത് ചെയ്യുന്നു? അപ്പൊ തല്ലുണ്ടല്ലേ? സ്തോത്രം.
ആത്മീയമായ തല്ലുണ്ട്. രോഗം വരുന്ന പിശാചിട്ടതല്ല, അത് വേറെ വശം. പക്ഷെ എൻ്റെ അപ്പൻ അത് സമ്മതിക്കാൻ നമുക്കൊരു ബലം വേണം. എന്താ? ഞാൻ വഴക്കിട്ടുകൊണ്ടാണ് എന്ത് പിതാവിനോട്, അത് മനുഷ്യനോട് ചെയ്തുകൊണ്ടാണ് പിതാവ് ചെയ്തത്. ഞാൻ കർത്താവിനെ അനുസരിച്ചില്ല, അപ്പനെ അനുസരിക്കാത്തതുകൊണ്ട് തല്ല് കിട്ടാറുണ്ടോ? തല്ലുന്ന ദൈവമുണ്ട്, ഒരു അപ്പനുണ്ട്. എന്തിനു വേണ്ടിയാ? അവിടെ എത്തിക്കുവാൻ. വായിച്ചോ. മക്കളോട് എന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? ക്വസ്റ്റ്യന്മാർ. അതേ കർത്താവ് ഞങ്ങൾ മറന്നു. എന്തേ ഞങ്ങൾ മറന്നിരിക്കുക? പക്ഷെ ദൈവാത്മ ഓർപ്പിക്കുന്നു, അവൻ അപ്പൻ ആണെങ്കിൽ മക്കളെ തല്ലും, ശാസിക്കും, ശിക്ഷിക്കും. എന്തിനു വേണ്ടിയാ? ആ ആത്മശക്തിയാ നിറയ്ക്കുവാൻ. ആത്മാവിന് നിറവ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവാത്മാവ് പാസ്റ്റർ നിമിത്തവും ബിഷപ്പ് നിമിത്തവും ഒക്കെ ദൈവാത്മാവ് സംസാരിച്ചു. ആത്മാ നിറവിന്റെ അനുഭവം അത് ലഭിക്കുന്നെങ്കിൽ വെറുതെ കിട്ടൂല. യേശു തകർത്തുവെങ്കിൽ എന്നെ നിങ്ങളെ തകർത്തിട്ടേ കാര്യം നടക്കുള്ളൂ. യേശു താൻ തന്നെ പറഞ്ഞു, ഗോതമ്പ് മണി നിലത്ത് വീണ്, കുറച്ചുപേർ അവിടെ ഇവിടെ പറയുന്നുണ്ട്, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകണം. എന്റെ ഇഷ്ടം, എന്റെ താല്പര്യം മരിച്ചാലേ ആത്മനിറവ് വരത്തുള്ളൂ. സ്തോത്രം. നല്ല പണിയാ. നല്ല പണി മീൻസ് അത് ലഭിക്കുവാൻ, ചെയ്യുവാൻ, ജീവിപ്പാനൊക്കെ നല്ല പണിയാണ്. പക്ഷേ കർത്താവ് പണി, എൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല, എന്നോട് കൂടെ വസിച്ചാൽ ഇതെല്ലാം സംഭവിക്കും. വായിച്ചോ. സ്വന്തം ബാലശിക്ഷ നമ്മൾ കത്രമേശയുടെ ഭാഗത്ത് കൊരിന്ത്യയിലൊക്കെ വായിക്കാറുണ്ട്. ആ ബാലശിക്ഷയാണ് ഇത്. എന്ത്? ഒരു ചുമ വന്നാൽ 2 ദിവസമായിട്ട് പെട്ടെന്ന് AC വന്നിരുന്നപ്പോഴത്തേക്ക് ഒരു പ്രയാസം വന്ന സ്വന്തം തൊണ്ടയും അത് ശീലം ഉണ്ടെന്ന് എനിക്കറിയാം. മുഖത്ത് പോയ അലർജി വീണ്ടും വന്നു. ചെറിയൊരു കുട്ടൻസ് ചെയ്തു. ഒരു തമാശ പറഞ്ഞ തമാശ, നമുക്കെല്ലാം തമാശ. വചനം പറയുന്ന തമാശ ഇല്ല. ദൈവദാസന്മാർക്ക്, ദൈവമക്കൾക്ക് തമാശ ഇല്ല. പൊട്ടച്ചൊല്ല് അങ്ങനെ ബൈബിളിലുണ്ടല്ലേ. പൊട്ടച്ചൊൽ. സൺഡേ സ്കൂൾ സിയുടെ പ്രോഗ്രാമിൽ പൊട്ടച്ചൊല്ലുകൾ, അല്ലാത്ത ജീവിതത്തിലും അത് പിന്നെ പ്രോഗ്രാമായിട്ട് പാട്ടുകൾ, പാരഡി പാട്ടുകൾ, ദൈവവചനമെടുത്ത പാരഡി പാട്ടുകളോ ദൈവവചനമെടുത്ത പാരഡികൾ പ്രസംഗമോ കാര്യങ്ങളോ ചെയ്താൽ ദൈവസ്ഥിതി ശിക്ഷാർഹമാണ്, ശാപമാണത്. ദൈവത്തിന്റെ ആത്മാവിൽ കഷ്ടതയുടെ നടുവിൽ പാടിയ പാട്ടുകളാണ് അതേ കഷ്ടതയുടെ പാട്ടുകൾ, അല്ലെങ്കിൽ പ്രത്യാശ പാട്ടുകൾ. അവരവരെ കഷ്ടത്തിൽ പാടിയപ്പോൾ നാം അത് പാരഡിയായി പാടാൻ നമുക്ക് അവകാശം ഉണ്ടോ ഇല്ലയോ? അല്പം ഒരു ചെറിയ തമാശ. ആ നിമിത്തം എന്ത് ചെയ്തു? സ്തോത്രം. മുഖത്ത് വർഷങ്ങളായിട്ട് മുഖത്ത് ഇല്ലാത്ത, പക്ഷേ ഇപ്പോൾ വന്നു 3-4 ദിവസമായിട്ട് വളരെ പ്രയാസം. കർത്താവിന് നൽകിയ സൗഖ്യത്തിനായ സ്തോത്രം. നാം നിസ്സാരമായി ചിന്തിക്കുന്നത് അവൻ സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. അവന്റെ അടുക്കൽ എത്തുവാൻ ശിക്ഷയുണ്ട്. ഈ കാരണം ദൈവമക്കളെ, നാം അവന്റെ മക്കളാകുന്നു. സ്തോത്രം. ശിക്ഷിക്കുമ്പോൾ അതേ പുഷിയാതെ അതിനുവേണ്ടിയാ യോഗം വെച്ചിരിക്കുന്നത്, അതിനുവേണ്ടി ഉപവാസം സഭ വെച്ചിരിക്കുന്നത്. വെറുതെ ഞായറാഴ്ച വന്ന് സ്തോത്രയാഴ്ച പോകാൻ വേണ്ടിയല്ല. ആത്മശക്തി പ്രാപിക്കുന്ന ഒരു ഇടമാണ് സഭ. പുതിയ ആൾക്കാർ വരുമ്പോൾ ഞാൻ ഞായറാഴ്ച മാത്രം വന്നാണ് എന്നോട് ചോദിച്ചിട്ടുണ്ട്, പാസ്റ്റർ നിങ്ങൾക്ക് ഞായറാഴ്ച മാത്രം കൂട്ടമുള്ളൂ, ഞായറാഴ്ച മാത്രം ആൾക്കാർ. ഞങ്ങൾ വെള്ളിയാഴ്ച വന്നപ്പോൾ ആരുമില്ല, ആകെ 2 പേര്. ഞങ്ങൾ ശനിയാഴ്ച വന്നപ്പോൾ ആകെ 5 പേര്, അത്രേ ഉള്ളൂ. ഞായറാഴ്ച വന്നപ്പോൾ ഫുള്ളാ. അപ്പൊ എന്നോട് ഹൈന്ദവൻ പറഞ്ഞാൽ, ഞങ്ങളുടെ അമ്പലത്തിലെ വെളുപ്പിന് 5 മണിക്ക് ഉണ്ടാവും, ക്യൂ ഉണ്ടാവും ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കാൻ. പള്ളികളിൽ ചട്ടയും കൊണ്ടിട്ട് പോകുന്ന 5 മണിക്ക് 5 അതിന്റെ കാരണങ്ങൾക്ക് തലാട്ടുണ്ട്. സ്വന്തം ഇന്നും അമ്മച്ചിമാർ ചട്ടയും കൊണ്ടിട്ട് പള്ളി പോകുന്നുണ്ട്. സ്വന്തം നമ്മളോ? നമുക്ക് വേണ്ടി വില കൊടുത്ത ഒരുത്തനുണ്ട്. കർത്താവ് പറയാണ്, അതേ വചനം പറയുന്നു, അവർ കണ്ട വെളിപ്പാട് അത് ആണ്ടുകൾക്ക് ശേഷം നിവൃത്തിയായി യേശുവിൽ. പക്ഷെ ഈ വെളിപ്പാട് കാണുമ്പോൾ അത് സുഖകരമായ അവസ്ഥയിലല്ല. അവർ അന്ന് അത് അടിമത്തത്തിലാകുന്നു. ആ അടിമത്തത്തിൽ അവർ അനുഭവിച്ചു. ഉഴുവുകാർ ഞങ്ങളെ മുതുകത്തുമേൽ ഉഴുതത്. ആ വേദന, ചാട്ടവാള വേദന ഈ ഇസ്രായേൽ മക്കള് ആണ്ടുകൾക്ക് മുമ്പേ അനുഭവിച്ചതാ. ആ വെളിച്ചത്തിൽ ഇസ്രായേലാണ് അതേ അവര് എന്റെ മുതുക് നീളത്തിൽ കീറിയെങ്കിലും ജയിച്ചില്ല. ജയിപ്പാൻ അവന് ഇട വന്നില്ല. അതുകൊണ്ട് ഈ മാസം നമുക്ക് പൂർണ്ണ ജയം എടുപ്പാം.
എടുപ്പാൻ കർത്താവ് കൃപ നൽകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഓരോ കൂട്ടായ്മയും ബാക്കി ഇന്ന് വരും. ഞാൻ കഴിഞ്ഞ മാസം പറഞ്ഞ കാര്യമാണ്, അന്ന് മഴയായിരുന്നു, ഇന്ന് വന്നപ്പോൾ നല്ല മഴയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. വരുന്ന സമയത്ത് 2-3 കടകളിൽ സഹോദരിമാർ അല്ലെങ്കിൽ സ്ത്രീകൾ കട തുറക്കാൻ വേണ്ടി കടകൾ അവിടുത്തെ സ്റ്റാഫാന്ന് തോന്നുന്നു 9 മണിക്ക് മുമ്പേ 8:45 അവർ പുറത്ത് നിൽക്കുക ആ കട വന്ന് തുറക്കാൻ വേണ്ടി. 8:45 വന്നിരിക്കുക. മഴയാണ്, കാറ്റാണ്, കോളെന്ന് പറഞ്ഞാൽ ശമ്പളം കിട്ടൂല. വീട്ടിലിരുന്നോളം പറയും. പ്രൈസ് ദി ലോർഡ്. ആ ഒരു എരിവ് സ്വന്തം ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. ആ എരിവല്ല, ആരെയൊക്കെ കുറിച്ചുള്ള എരിവ്. എന്നെ വിടുവിച്ചവനെ ഇടയ്ക്ക് എന്തൊക്കെ വന്നാലും ഞാൻ പോയി ആരാധിക്കും. എനിക്ക് കൂട്ടായ്മ വേണം, കൂട്ടായ്മ ശക്തി എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ ഈ മാസം മുന്നേറിയ കർത്താവ് നമുക്ക് വേണ്ടി, ഓരോരുത്തർക്ക് വേണ്ടി, ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യുവാൻ അവൻ വിശ്വസനാകുന്നു. ഹല്ലേലൂയ. അതെ, അവർ എന്നെ ജയിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം കൈകൾ അടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്യാവേ. അവർ എന്നെ, അതേ ഞങ്ങളെ ജയിച്ചില്ല, അവർ എന്നെ ജയിച്ചില്ല. അത് രോഗമായിക്കോട്ടെ, ഇത് ഭാരമായിക്കോട്ടെ. ഓ പ്രൈസ് ദി ലോർഡ്. യാവേ ആവേ ബാലാസത്തെ നബലാജിമനം ബലവേ യാദി ബലയാദി അസൈ ബലവേ അബിയബേ അകിരദേ ഓ സികലെ വെലെ ബശം ബലവ അവനെ ജയിച്ചില്ല. ദുഷ്ടന്റെ ആശ നശിച്ചുപോകും, ദുഷ്ടന്റെ ആശ നശിച്ചുപോകും. ജയത്തിന്റെ മാസമായിട്ട് കർത്താവ് നമുക്ക് നൽകട്ടെ. അതേ ഈ മാസം കഴിയുമ്പോൾ കർത്താവ് നിങ്ങളെ ജയോത്സവമായി നടത്തി ഓടിക്കുമാറാക്കി എന്ന് പറയുന്ന സാക്ഷ്യങ്ങൾ കേൾപ്പാൻ കർത്താവ് കാരണമാക്കി തീർക്കേണ്ട സമയം നൽകിയ ദേവദാസ് നന്ദിയിരിക്കുന്ന കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം ദൈവം നമ്മളെ കേൾപ്പിക്കുവാനായിട്ടിടയായിത്തീർന്നല്ലോ. ദൈവത്തിൻ്റെ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഇന്ന് മിക്കവാറും ആളുകൾ വന്നിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിച്ച് ബലപ്പെടുത്തട്ടെ. ഉപവാസ പ്രാർത്ഥനയ്ക്കൊക്കെ വളരെ ആളുകൾ എന്തായിരുന്നു, പരിമിതമായിരുന്നു. പല തിരക്കുകളും ശാരീരിക ബലഹീനതകളും അസ്വസ്ഥതകളും ഒക്കെ പലർക്കും ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്നലെയാണെങ്കിൽ കാലാവസ്ഥയുടെ വളരെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. എങ്കിലും ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാനുള്ള അവസരം ദൈവം നമുക്ക് ദാനമായി നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എല്ലാവരും ദൈവത്തിനോട് സ്തുതിക്കാമോ? ഹല്ലേലൂയ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്ന് കടന്നുകൊണ്ടിരിക്കുന്നവരെ ഞങ്ങൾ പ്രത്യേകിച്ച് വെൽക്കം ചെയ്യുന്നു. നമുക്കറിയാം, പ്രിയ അനീഷ് എൻ്റെ പെങ്ങൾ പിന്നെ മെർലിൻ കുഞ്ഞുങ്ങളുമായിട്ട് ഇവിടെ ആയിരിക്കണം. കഴിഞ്ഞ ആഴ്ച വന്നായിരുന്നു. പക്ഷേ കുഞ്ഞിനൊരു ചെറിയ ചികിത്സ ഉള്ളത് കൊണ്ട് വരുവാനായിട്ട് കഴിഞ്ഞില്ല. എന്നൊരുമിച്ച് കടന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്ന സാമും കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നല്ലോ. ഒരു കുടുംബമായി, ഇന്ന് അവർ കുടുംബമായിട്ട് ഇവിടെ ഉണ്ടല്ല. ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. അച്ചാനും